ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അഖിൽ പറഞ്ഞതെല്ലാം കേട്ട് ശ്യാമ അഖിലിനോട് പറഞ്ഞു, ശരി, എൻ്റെ അഖിൽ സാറിൻ്റെ ഈ വിശ്വാസവും അഖിൽ സാറിൻ്റെ ധൈര്യവുമാണ് എനിക്ക് എപ്പോഴും ആശ്രയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സാറിൻ്റെ എന്ത് സന്തോഷത്തിനും ഞാൻ ഒപ്പമുണ്ടാകും. സാറിൻ്റെ തീരുമാനവും മനക്കരുത്തും ആ ധൈര്യവും എന്നും എനിക്കൊപ്പമുള്ളത് കൊണ്ട് ഞാൻ ദാ ഇപ്പം തന്നെ റെഡിയായിട്ട് വരാം എന്ന് ശ്യാമ അഖിലിനോട് പറയുന്നു. അങ്ങനെ അഖിൽ ശ്യാമ പറഞ്ഞതനുസരിച്ച് വേഗം റെഡിയാകുകയും അഖിലിനോടൊപ്പം ശ്യാമ റെഡിയായി നേരെ പുറത്തേക്ക് ഇറങ്ങണം. ശ്യാമയെ അഖിൽ മറ്റൊരു വിജനമായ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ നിന്ന് ശ്യാമ പാട്ടുപാടി പ്രാക്ടീസ് ചെയ്യാനായി അഖിൽ ശ്യാമയോട് പറഞ്ഞു. അങ്ങനെ ശ്യാമ അതുപോലെ തന്നെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിലെ രാവിലെ ജോഗിങ്ങിനായി എത്തിയ ഐശ്വര്യ ശ്യാമ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാനിടയായത്. ഉടനെ ഐശ്വര്യ ആകെ സംശയത്തോടെ ആലോചിച്ചു നിന്നു. അല്ല, ഇവളെന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ഈ തൊണ്ട കീറി പാടുന്നത് എന്ന് സംശയിച്ചിങ്ങനെ ഐശ്വര്യ നിൽക്കുമ്പോഴാണോ, ആഹാ, ഇവിടെ തന്നെ നിപ്പുണ്ടല്ലോ ശ്യാമയുടെ ലക്ഷണമൊത്ത ഭർത്താവ് അഖിൽ എന്ന് ആലോചിച്ചുകൊണ്ട് അഖിലിന്റെ അരികിലേക്ക് ഐശ്വര്യ എത്തി. ഐശ്വര്യ വന്ന് ചോദിച്ചു, എന്താ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ അഖിൽ ചോദിച്ചു, ആഹാ, ഏട്ടത്തി എന്താ രാവിലെ ജോഗിന് ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചതും, അതെ, അല്ല, ഇവളെന്തിനാ ഇവിടെ കിടന്നോണ്ട് ഈ തൊണ്ട കീറി പാടുന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചതും, ആഹാ, അതപ്പോ ഏടത്തി അറിഞ്ഞില്ലേ, ഏടത്തിക്ക് ഇതൊന്നും അറിയില്ലല്ലേ, എന്തായാലും ഏടത്തി ഇക്കാര്യങ്ങളൊന്നും അറിയാതെയാണോ ഏടത്തി ഇപ്പോ ഇതുവരെ ജീവിച്ചത് എന്നൊക്കെ ചോദിച്ചതും, കലാപരമായിട്ട് വാസനയുള്ളവർക്കും കലയുമായി ബന്ധമുള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാകുമെന്ന് അഖിൽ അറിയിച്ചു. അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, അതെ, നീ എന്നെ കളിയാക്കുകയൊന്നും വേണ്ട, എനിക്ക് കലയെക്കുറിച്ച് അറിയത്തില്ലാഞ്ഞിട്ടാണോ ഞാൻ വെറുതെ മിസ് കേരള ആയത് എന്ന് ചോദിച്ചതും ഉടനെ അഖിൽ പറഞ്ഞു, അയ്യോ, അത് ചിലപ്പം അന്നത്തെ ആ ജഡ്ജസിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമല്ലേ, അവർക്കെന്തോ അബദ്ധം പറ്റിയതല്ലേ എന്ന് അഖിൽ പറഞ്ഞത് കേട്ട്, എടാ, നീ എന്നെ കളിയാക്കുന്നോടാ എന്ന് ചോദിച്ചതും, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞു എൻ്റെ ഏട്ടത്തി, അങ്ങ് വിട്ടേക്ക് എന്ന് അഖിൽ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഉടനെ ഐശ്വര്യ പറഞ്ഞു, നീ പറയണ്ട, ഞാൻ അവളോട് തന്നെ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് ഐശ്വര്യ ശ്യാമയെ വിളിക്കാനായി പോകാൻ തുടങ്ങുമ്പോൾ അഖിൽ പറഞ്ഞു, അയ്യോ, അത് വേണ്ട ഏടത്തി, ഏടത്തി തൽക്കാലം ശ്യാമയെ ശല്യപ്പെടുത്തണ്ട, ഏടത്തിയുടെ വഴിക്ക് പോയിക്കോ എന്ന് പറഞ്ഞതും അഖിൽ തന്നെ തടയുന്നത് കണ്ട് ഐശ്വര്യ ദേഷ്യപ്പെട്ടു. അങ്ങനെ നീ ഇപ്പൊ എന്നെ പറഞ്ഞു വിടാൻ നോക്കണ്ട, ഞാൻ അവളോട് തന്നെ ചോദിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ശ്യാമയെ ശല്യപ്പെടുത്താനായി പോകാൻ ഐശ്വര്യ ഒരുങ്ങുന്നത് കണ്ട് അഖിൽ പറഞ്ഞു, ഏടത്തി, ഞാൻ മര്യാദയുടെ സ്വരത്തിലാണ് പറഞ്ഞത്, ഏടത്തിയോട് പോയിക്കോളാൻ, ഇനിയും ഏടത്തി ഇങ്ങനെ തുടർന്നാൽ ഞാൻ ഇനി ശ്രമിച്ചെന്ന് വരില്ല എന്ന് അഖിൽ താക്കീത് ചെയ്തു. അപ്പോഴേക്കും ആകെ കലിത്തുള്ളിക്കൊണ്ട് അവിടെ നിന്ന് ശ്യാമയുടെ അരികിൽ നിന്ന് പോകാൻ തീരുമാനിക്കുന്നു ഐശ്വര്യ. അപ്പുറത്ത് മാറി നിന്ന് ശ്യാമ വീണ്ടും ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് ഐശ്വര്യക്കാകെ സംശയമായി. എന്തായിരിക്കും ഇവളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്, ഇതിനെന്തോ കാര്യമുണ്ടല്ലോ എന്നാലോചിച്ച് വേഗം തന്നെ സംശയത്തോടെ ഐശ്വര്യ അരുന്ധതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അരുന്ധതി കോൾ എടുത്തതും ഐശ്വര്യ പറഞ്ഞു, ഞാൻ ഇന്ന് ജോഗിങ്ങിന് വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. ആ ശ്യാമ അഖിലിനെയും കൂട്ടിക്കൊണ്ട് വന്ന് രാവിലെ ഇവിടെ വന്ന് പാട്ട് പാടുന്നു. അങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വന്ന് അവളിങ്ങനെ പാടണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവല്ലോ അരുന്ധതി എന്ന് പറഞ്ഞതും അരുന്ധതി പറഞ്ഞു, എന്നാ വേറൊന്നും അല്ല, അവൾക്ക് ആ മ്യൂസിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ, ആ മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരിക്കും അവളിപ്പോൾ ഈ പാട്ടുമായി വന്നിരിക്കുന്നത്, അത് തീർച്ച എന്നറിയിച്ചു. അത് കേട്ടതോടെ വീണ്ടും സംശയത്തോടെ ഐശ്വര്യ ചോദിച്ചു, മ്യൂസിക് റിയാലിറ്റി ഷോയോ, അതെവിടെയാ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അരുന്ധതി പറഞ്ഞു, അതെ, പോപ്പുലർ ആയിട്ടുള്ള ഒരു ചാനലിലാണ് ഈ മ്യൂസിക് റിയാലിറ്റി ഷോ നടക്കാൻ പോകുന്നത്. അതിൽ ശ്യാമ പങ്കെടുത്താലുണ്ടല്ലോ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ഒരു കാര്യം ഓർത്തോ ഐശ്വര്യ, ശ്യാമയ്ക്ക് അങ്ങനെ ഒരു പേരും പ്രശസ്തിയും ഉണ്ടായി കഴിഞ്ഞാൽ അവൾ പിന്നെ സിനിമയിലും പാടി അങ്ങനെ അവൾ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ശ്യാമയെ അകറ്റി നിർത്തിയിരിക്കുന്ന വസുന്ധരയ്ക്ക് പിന്നീട് ശ്യാമയോടാകും കൂടുതൽ സ്നേഹം. പിന്നെ ഐശ്വര്യക്ക് ആ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ അവളെ അങ്ങനെ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെ അവൾ വിജയത്തിലേക്ക് എത്താനായി അനുവദിക്കണോ, അതോ അതിനു മുൻപേ അവളെ തകർത്ത് കളയണോ, അതേതാ വേണ്ടത് എന്ന് ഐശ്വര്യ തീരുമാനിക്കുക. അവളെ ഒരു കാരണവശാലും ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനുള്ള അവസരം അവൾക്ക് കൊടുക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഐശ്വര്യ തന്നെയാകും മാനത്ത് നിലത്തുനിന്ന് പുറത്താകുക. പിന്നെ ഐശ്വര്യക്ക് അവിടെ യാതൊരു സ്ഥാനവും ഉണ്ടായെന്ന് വരില്ല എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു, അത് ശരി തന്നെയാ അരുന്ധതി പറഞ്ഞത് എന്ന് അറിയിച്ചു. ഉടനെ അരുന്ധതി പറഞ്ഞു, എന്തായാലും ശ്യാമയ്ക്ക് അങ്ങനെ ഒരു അവസരം ഒരിക്കലും ഒരുക്കി കൊടുക്കരുത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു പ്രശ്നത്തിൽ ഞാനും വിസ്മയയും ഐശ്വര്യയ്ക്ക് ഒപ്പമുണ്ട്. എന്ത് ചെയ്യാനും ഞങ്ങളുടെ ഒരു സഹായം ഉണ്ടാകും. അതുകൊണ്ട് ആ ശ്യാമ ഒരു കാരണവശാലും ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പാടില്ല, അതിന്റെ ഓഡീഷനിലും പോകാൻ പാടില്ല. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഐശ്വര്യ ചെയ്തോളൂ എന്ന് അരുന്ധതി അറിയിച്ചു. അതിനുശേഷം എന്നെ വിളിക്കുക എന്ന് പറഞ്ഞ് അരുന്ധതി ഫോൺ വയ്ക്കുന്നു. അപ്പോഴേക്കും ആനന്ദ നിലയത്തിൽ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ചർച്ച നടത്തുകയായിരുന്നു ആനന്ദവർമ്മയും ആധിയും വസുന്ധരയും.
ആനന്ദവർമ്മ എല്ലാവരോടുമായി പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇപ്പോൾ ഈ അവസ്ഥയിൽ നമ്മുടെ കമ്പനിയെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അഖിൽ പറഞ്ഞത് മാത്രമാണ് ഏക പോംവഴി. അഖിൽ നമ്മുടെ കമ്പനിയുടെ MD ആയിരുന്നപ്പോഴും വൈസ് ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയിരുന്നത്. കമ്പനി ഉയർച്ചയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. എത്രയും വേഗം ശ്യാമയെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആക്കുക. അഖിലിന്റെ ആ ഒരു നിബന്ധന, ആ ഒരു സജഷൻ നമ്മൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾക്ക് ആശങ്കയിൽ നിൽക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് ഉടനെ തന്നെ വസുന്ധര പറയുന്നു. വസുന്ധരയുടെ ആ സംസാരം കേട്ടതോടെ വസുന്ധര ആനന്ദവർമ്മ അങ്ങനെ പറഞ്ഞത് കേട്ട് ദേഷ്യത്തോടെ പറഞ്ഞു, ആനന്ദേട്ടാ, ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് ഇപ്പോഴും പിന്മാറുന്നില്ല. അഖിലിനെ MD ആക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. അപ്പോഴേക്കും ആദിത്യം പറഞ്ഞു, അച്ഛാ, നമുക്ക് എല്ലാവർക്കും കൂടി അഖിലിനോട് സംസാരിച്ചാൽ അഖിൽ അത് ഏറ്റെടുത്തേക്കും എന്ന് പറഞ്ഞതും ഉടനെ വസുന്ധര പറഞ്ഞു, വേണ്ട, നിങ്ങൾ എല്ലാവരും പറയണ്ട, ഞാൻ തന്നെ എന്റെ മോനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം, ഞാൻ തന്നെ അവനോട് സംസാരിച്ചോളാം എന്ന് വസുന്ധര അറിയിച്ചു. അത് കേട്ടുകൊണ്ട് ആനന്ദവർമ്മയും ആദിയും ശരി, എന്തായാലും ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നറിയിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന അമൃതയെ ഐശ്വര്യയും അതിൽ അമൃതയ്ക്ക് വലിയ സന്തോഷമായി. ഐശ്വര്യ ഇനിയും അഖിൽ MD ആയാൽ ഉണ്ടാകാൻ പോകുന്ന തനിക്ക് അവിടെയുള്ള സ്ഥാനമില്ലാതാകുമെന്നുള്ള ആശങ്കയിൽ നിൽക്കുമ്പോൾ വസുന്ധര ആലോചിച്ചു, ആനന്ദേട്ടന് എപ്പോഴും ആ ശ്യാമയുടെ കാര്യം പറയുമ്പോൾ എന്നോട് വല്ലാത്ത നീരസമാണ്. ഞാൻ കാരണമാണ് എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ആനന്ദേട്ടന്റെ പെരുമാറ്റം. ശ്യാമയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആനന്ദേട്ടൻ എന്നോട് ദേഷ്യമാണ്. എന്തായാലും ആനന്ദേട്ടന്റെ സ്വഭാവം അങ്ങനെ ആക്കി മാറ്റിയത് അവളാണ്. എന്തൊക്കെയോ പറഞ്ഞ് ആനന്ദേട്ടന്റെ മനസ്സ് മാറ്റിയിരിക്കുന്നത്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. അവള് മനഃപൂർവ്വം ആനന്ദേട്ടനെ കയ്യിലെടുത്തിരിക്കുകയാണ്. അവൾക്ക് ആനന്ദേട്ടനെ അങ്ങനെ വശത്താക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഇനി അങ്ങനെ ആനന്ദേട്ടനെ കയ്യിലെടുക്കാൻ നോക്കിയാൽ ഇനി ഞാൻ അനുവദിച്ചു കൊടുക്കില്ല അവളെ എന്ന് ആലോചിച്ചുകൊണ്ട് വസുന്ധര അങ്ങനെ നിൽക്കുമ്പോൾ ഐശ്വര്യ അവിടേക്ക് എത്തി. ഉടനെ വസുന്ധരയുടെ ആലോചന കണ്ട് ഐശ്വര്യ ആലോചിച്ചു, എന്തായാലും ഇവരെ തന്നെ വേണം തുറുപ്പ് ചീട്ടാക്കാൻ, ഇവരുടെ സഹായത്തോടെ വേണം ആ ശ്യാമയുടെ ഓഡിഷനൊക്കെ ഇല്ലാതാക്കാൻ എന്ന് ആലോചിച്ചു. ഉടനെ ഐശ്വര്യ വസുന്ധര അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അമ്മ ആകെ വിഷമത്തിലാണല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചതും ഉടനെ ഐശ്വര്യയോട് വസുന്ധര പറഞ്ഞു, പിന്നെ എന്തു വേണം, ഞാനാകെ വിഷമിച്ചിരിക്കുന്നത് മോള് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. എൻ്റെ ഭർത്താവോ മക്കളോ ഒന്നും എൻ്റെ സങ്കടം അറിയുന്നുമില്ല, എന്നോട് ചോദിക്കുന്നു പോലുമില്ല എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു, അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എനിക്ക് കണ്ണു നിൽക്കാൻ വയ്യ. അമ്മയുടെ കണ്ണ് നിറയുന്നത് എനിക്ക് സഹിക്കില്ല. സത്യത്തിൽ അമ്മ എൻ്റെ പെറ്റമ്മ തന്നെയാണ്, എൻ്റെ അമ്മ തന്നെയാണ്, എന്നെ പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഐശ്വര്യ സെന്റിമെന്റ്സ് ഇറക്കുന്നു. ഉടനെ വസുന്ധര പറഞ്ഞു, അഹിയെ ഇവിടുത്തെ കമ്പനിയുടെ MD ആക്കാനായുള്ള ആനന്ദേട്ടൻ്റെയൊക്കെ തീരുമാനം കേട്ടപ്പോൾ ഐശ്വര്യയുടെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്താ, അവൻ MD ആകുന്നത് ഐശ്വര്യക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ഐശ്വര്യ പറഞ്ഞു, എനിക്കിഷ്ടക്കുറവൊന്നും ഇല്ലമ്മേ, പക്ഷെ ഞാൻ ആലോചിച്ചത് മറ്റൊന്നായിരുന്നു. അങ്ങനെ അഹി നമ്മുടെ പഴയ അഹി അല്ലമ്മേ. ഇപ്പോൾ അഹി പഴയതുപോലെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഹിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം അഹിക്കിപ്പം അമ്മയോടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കെങ്കിലും അമ്മയെ ഫോൺ ചെയ്യുകയോ അമ്മയെ വന്നത് കാണുകയെങ്കിലും ചെയ്യുമായിരുന്നല്ലോ. ഇപ്പോൾ അഹിക്ക് ശ്യാമയെ മാത്രം മതി. ഇന്ന് ഞാൻ ജോഗിങ്ങിന് പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. അതിരാവിലെ ശ്യാമ ആ ജോഗിങ്ങിന് പോകുന്ന സ്ഥലത്ത് വന്ന് അവിടെ നിന്ന് പാടുന്നു. ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്ന് അവൾ പാടുന്നു. അവൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്തിനാണെന്നറിയാമോ? ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവൾ ഒരു ചാനലിലെ മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോവുകയാണെന്നാണ്. അങ്ങനെ അതിൽ പങ്കെടുത്താൽ അതിന്റെ ഓഡീഷന് വേണ്ടി പങ്കെടുക്കുന്നതിനുള്ള പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ചിലപ്പോൾ ആ ഒരു റിയാലിറ്റി ഷോയിൽ അവൾ വിജയിച്ചേക്കും. അങ്ങനെ ഒരു സാഹചര്യം അവൾക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൾ എങ്ങനെയാ പ്രതികരിക്കാന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അല്പമെങ്കിലും അവൾക്കൊരു നേട്ടമുണ്ടായാൽ അവൾ പിന്നെ നമ്മളെ എല്ലാവരെയും തകർത്തു കളയും. അത്ര അഹങ്കാരിയാണ്. അന്ന് അമ്മയ്ക്ക് ഓർമ്മയില്ലേ നമ്മളെ ഇവിടെ വന്ന് വെല്ലുവിളിച്ചത്? അവൾ ഈ വീടിനേക്കാളും വലിയ വീട്ടിൽ അഹിയെ താമസിപ്പിക്കുമെന്നും ഇതിനേക്കാളും ഏറെ സൗകര്യത്തിൽ അവന് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുമെന്നും അന്ന് അവൾ നമ്മളെ വെല്ലുവിളിച്ചിട്ട് പോയതാണ്. ഈ മ്യൂസിക് റിയാലിറ്റി ഷോയിൽ അവൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ, അവൾ അതിൽ പങ്കെടുത്താൽ തീർച്ചയായിട്ടും അവൾക്ക് അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അറിയാവല്ലോ, അവൾ അമ്മയെ വെല്ലുവിളിക്കാനായി വീണ്ടും ഇവിടേക്ക് വരും. അങ്ങനെ അമ്മയെ വെല്ലുവിളിച്ച് തോൽപ്പിക്കാനായിട്ടുള്ള പദ്ധതിയാണ് അവൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവസാനം അഖില് അവളുടെ ബാഗ് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പോലെ, അവളുടെ പിന്നാലെ നടക്കുന്ന ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായി മാറും നമ്മുടെ അഹി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അഹിയുടെ ജീവിതം വന്നെത്തുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരുമേ. അമ്മയ്ക്ക് അത് സഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചതും ഐശ്വര്യയുടെ വാക്കുകളെല്ലാം കേട്ടതോടെ വസുന്ധര ആകെ വിഷമത്തിലായി. ഉടനെ ഐശ്വര്യ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക്
എന്നെ മകളായി അമ്മ കാണുന്നത് പോലെ തന്നെ ഞാനും അഖിയെ എൻ്റെ സ്വന്തം അനുജനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു വേദന ഉണ്ടാകാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അക്കാര്യമൊക്കെ ഓർത്തിട്ടാണമ്മേ ഞാൻ അന്ന് ആകെ വിഷമത്തിലായത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഐശ്വര്യയുടെ വാക്കുകൾ കേട്ട് വസുന്ധര പറഞ്ഞു, ഓഹോ, അപ്പോ ആ ശ്യാമ അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടല്ലേ? ഒരു കാരണവശാലും അവൾ ആ ഓഡിഷനിൽ പങ്കെടുക്കാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് വസുന്ധര ഐശ്വര്യയുടെ നേരെ ഉച്ചത്തിൽ അറിയിച്ചു. അങ്ങനെ വസുന്ധരയ്ക്ക് ആ ശ്യാമയോടുള്ള പക ഐശ്വര്യ കൃത്യമായി മുതലെടുക്കുന്നു. അങ്ങനെ ഒരു കാരണവശാലും അവൾ അതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വസുന്ധര പോകുമ്പോൾ ഐശ്വര്യ ഒരു വെടിക്ക് രണ്ട് പക്ഷി, അഖിലിന്റെ MD സ്ഥാനവും ശ്യാമയുടെ മ്യൂസിക് റിയാലിറ്റി ഷോയും ഇല്ലാതായല്ലോ എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഐശ്വര്യയോട് വസുന്ധര പറഞ്ഞു, ഇനി അഖിയെ MD ആക്കണമെന്നുണ്ടെങ്കിൽ അത് ശ്യാമയുടെ പിടിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ന് വസുന്ധര ഐശ്വര്യയുടെ തീരുമാനം അറിയിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അതോടെ ഐശ്വര്യ ആശ്വാസത്തിലായി. അപ്പോഴാണ് അവിടെ അശ്വതിയുടെ വീട്ടിൽ അശ്വതി കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്നതിനിടയിൽ അവിടെ ഇരുന്നുകൊണ്ട് ശ്രീകുട്ടി പറഞ്ഞു, അമ്മേ ഒന്ന് തിരിഞ്ഞു നിന്ന് അമ്മേ. അപ്പോഴേക്കും കുറച്ചു നേരം അങ്ങനെ തന്നെ നിൽക്കണേ എന്ന് പറഞ്ഞ് ഒരു പടം വരയ്ക്കാൻ വേണ്ടി, അമ്മ അങ്ങനെ നിൽക്കുന്ന പടം വേണം എനിക്ക് വരയ്ക്കാൻ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി അശ്വതിയെ നോക്കി വരയ്ക്കുന്നു. അത് കണ്ട് അശ്വതി അങ്ങനെ നോക്കി അങ്ങ് നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒന്ന് കാണിച്ചേ, എൻ്റെ കഴുത്ത് വേദനിക്കുന്നു മോളെ എന്ന് പറഞ്ഞു. ഇച്ചിരി നേരമല്ലേ ഉള്ളൂ, ഇത് ഇപ്പം തീർന്നമ്മേ എന്ന് പറഞ്ഞു. വരച്ചു കഴിഞ്ഞതിന് ശേഷം തീർന്നു അമ്മ, ഇനി ജോലി ചെയ്തോ എന്ന് പറഞ്ഞതും എന്നാ ഫോട്ടോ ഒന്ന് കാണിച്ചാൽ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞതും അമ്മയെ പടം ഇപ്പം കാണിക്കാം, ഞാനൊന്ന് കളർ ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വേഗം തന്നെ ശ്രീകുട്ടി കളർ ചെയ്യാനായി പോകുന്നു. അശ്വതി അപ്പോഴേക്കും ആലോചിച്ചു, പാവം എൻ്റെ മോള് എന്നെല്ലാം ഓർത്തുകൊണ്ട് അശ്വതി സങ്കടത്തോടെ പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അശ്വതിയുടെ വീട്ടുമുറ്റത്ത് വന്നിറങ്ങിയ ജയേഷ് പതുക്കെ അകത്തേക്ക് കയറുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് പത്മി നോക്കുമ്പോഴേക്കും അവിടെ ഇരുന്ന് പടത്തിന് കളർ അടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകുട്ടിയെ കണ്ടു. ഈ നശൂലമാണ് എൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം എതിരായി നിൽക്കുന്നത്, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് ആലോചിച്ച് ശ്രീകുട്ടിയെ തന്നെ നോക്കി കലിയോടെ അങ്ങനെ ജയേഷ് നിന്നു. ശ്രീകുട്ടി ഒന്നും അറിഞ്ഞില്ല എന്നുള്ള സന്തോഷത്തിൽ ജയേഷ് പതുക്കെ കിച്ചണിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ പച്ചക്കറി കട്ട് ചെയ്ത് നിൽക്കുന്ന അശ്വതിയെ കാണുന്നു. പിന്നിൽ നിന്ന് അടിമുടി അശ്വതി ഒന്ന് നോക്കിയതിന് ശേഷം അശ്വതി അറിയാതെ പിന്നിൽ ചെന്ന് അശ്വതിയോട് ചേർന്ന് നിന്നു. അശ്വതി അപ്പോഴും പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അശ്വതിയെ പിന്നിൽ നിന്ന് കഴുത്തിന് വട്ടത്തിൽ പിടിച്ചു. അശ്വതി ആരാണെന്നറിയാതെ ആകെ നിലവിളിച്ച് നോക്കുമ്പോൾ ജയേഷാണ് തന്നെ മുറുകെ പിടിച്ചിരിക്കുന്നത് അശ്വതി മനസ്സിലാക്കി. ഉടനെ ജയേഷ് പറഞ്ഞു, നിന്നെ ഞാൻ അങ്ങനെ ഇന്ന് വിടത്തില്ലടി, ഇന്ന് നീ രക്ഷപ്പെട്ടു പോവാ, ഇന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അശ്വതിയെ പിന്നിൽ നിന്ന് കഴുത്തിന് ഇറുകെ പിടിച്ചുകൊണ്ട് ജയേഷ് അശ്വതിയെ കീഴ്പ്പെടുത്താനായി ശ്രമിക്കുന്നു. അശ്വതി അവസാനം ജയേഷുമായിട്ട് വലിയൊരു മൽപ്പിടുത്തം തന്നെ നടത്തുന്നു.